അച്ഛാ 5 വർഷമായി ഇപ്പോ ഇത് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇത് തുടങ്ങിയതിന്റെ ഉദ്ദേശം നമുക്ക് ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കുക, അതിലൂടെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അപ്പോൾ ആ പുണ്യപ്രവൃത്തിയുടെ ഉദ്ദേശം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? അത് വളരെ ഇമ്പ്രൂവ് ആയിട്ടാണോ പോകുന്നത്? അതോ അത് തുടങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാണോ? എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ബോബി അച്ഛനാണ് ഈ ആശയം ആദ്യമായിട്ട് ഞങ്ങളോടും പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരു കപ്പുച്ചൻ ആശ്രമമാണിത്. കപ്പുച്ചൻ അച്ഛന്മാർ സുപ്പീരിയർ ബോബി അച്ഛനാണ് ഇപ്പോഴും. അപ്പോൾ 2020 നമ്മളിത് ആദ്യമായിട്ട് ഈ കപ്പുച്ചൻ മെസ്സ് ആരംഭിക്കുന്നത്. 2020 നിങ്ങൾക്കറിയാം കൊറോണയുടെ സമയമാണ്. അപ്പോൾ പലർക്കും ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്കൊരു നമ്മളുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അല്ലേ, നിങ്ങളെല്ലാവരും ആ ഭക്ഷണമല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതേ ക്വാളിറ്റിയിൽ അതേ ടേസ്റ്റിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. വെജിറ്റേറിയൻ ഭക്ഷണമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു 5 വർഷമായി. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മടുപ്പ് ഇതിൽ വന്നിട്ടില്ല. കഴിക്കാൻ പറ്റുന്നവർക്ക് മടുപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കൊരു വീട്ടിൽ കഴിക്കുന്ന അതേ സന്തോഷത്തോടുകൂടെ സ്വാദോടുകൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. പിന്നെ ഇതിലെങ്ങനെ നടന്നു പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ്. അപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാരുടെ ആരുടെയും കഴിവൊന്നുമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പരിപാലന ഓരോ ദിവസവും ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വളണ്ടിയേഴ്സ് സഹായിക്കാൻ തന്നെ ഓരോരുത്തർ പേരുണ്ട്. അപ്പോൾ അവർക്കും വലിയ സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ. നമ്മളൊരു കുടുംബമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലമാണ് കപ്പുച്ചൻ മെസ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമാണ് കപ്പുച്ചൻ മെസ്. അപ്പോൾ നിങ്ങൾക്കും അതിലേക്ക് സ്വാഗതം കേട്ടോ. जादू भरी पिया की नजरिया, जादू भरी पिया की नजरिया, पिया की नजरिया, पिया की नजरिया, पिया की नजरिया, जादू भरी पिया की पिया की नजरिया, जादू भरी पिया की नजरी, पिया की नजरी, पिया की नजरिया. Thank you.